ലൈക്കും ഷെയറും ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് ഇന്നൊരു കൊഞ്ച് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് സവോള 2 എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 3 എടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 കിലോ ആണ് ചെയ്യുന്നത്. സവോളയും വലുതായിട്ട് തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. നോക്കാം. അങ്ങനെ പാത്രം അടുപ്പിൽ ചൂടോടെയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺ വോയിസിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. മൈക്കൊക്കെ ഓൺ ചെയ്തു, പക്ഷേ മൈക്കിന് ചാർജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് 1/2 കിലോ അല്ലേ ഉള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് എണ്ണ വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കാണ് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കാനായിട്ടാണ് 1 സ്പൂൺ കടുകാണ് ഞാനിത് പൊട്ടിക്കാനായിട്ട് ഇടുന്നത്. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരട്ടെ. അപ്പോൾ കടുകെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് സവോള എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ആദ്യം ഇട്ട് കൊടുക്കണം. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കാണ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കേണ്ടത്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ നന്നായിട്ട് വഴണ്ട് ഒരു ബ്രൗൺ കളറൊന്നും ആവേണ്ട. ആ സവോളയൊന്നും നന്നായിട്ട് വാടി കിട്ടിയാൽ മാത്രം മതി. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, അത് ഞാൻ നമ്മുടെ ഇടികല്ലിലിട്ട് ചതച്ചതാണ്, മിക്സിയിൽ അരച്ചതല്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അത് എണ്ണയിൽ കിടന്ന് വഴലട്ടെ. വഴണ്ട് വരുമ്പോഴത്തേക്ക് അത് വഴാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കണം. ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. അത് മതിയാവും. നമുക്കിനി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഒരുപാട് ഉപ്പ് ആദ്യമേ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ട് അത് വഴറ്റിയെടുക്കാം. അതിനുശേഷം പോരാത്ത ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം. നന്നായിട്ട് വഴണ്ട് വരട്ടെ. സാധാരണ കൊഞ്ച് അങ്ങനെ കിട്ടാറില്ല ഇവിടെ. ഇന്നിപ്പോൾ മാർക്കറ്റിൽ പോയതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വലിയൊരു കൊഞ്ച് കിട്ടിയത്. അപ്പോൾ ഓർത്തൊന്ന് വീഡിയോ എടുക്കാമെന്ന് ഓർത്തിട്ടാണ് വീഡിയോ എടുത്തത്. അങ്ങനെ എല്ലാ ദിവസവും സ്പെഷ്യലൊന്നും ഉണ്ടാക്കുന്ന ഒരു പതിവില്ല. ഇനി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചാണ്. അപ്പം അത്യാവശ്യം ഒരു വലിയ കൊഞ്ച് തന്നെയാണ് കിട്ടിയത്. 1/2 കിലോ ആണ്. അത് ഞാൻ പീസായിട്ട് ഞാൻ നുറുക്കിയിട്ടുണ്ട്. കാരണം ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഫുള്ള് കൊഞ്ചായിട്ടിട്ട് ചെയ്യാതെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൊഞ്ച് ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് നമ്മൾ മസാലയൊക്കെ നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഈ റോസ്റ്റ് കാണിക്കുന്നത്.
മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മതിയാവും. അത് എണ്ണയിൽ കിടന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് പോകണം. അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വരണ്ടാണ് ആ ഒരു പച്ചമണം മഞ്ഞൾപ്പൊടിയുടെ പോവാൻ തീ കുറച്ച് വെക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. വേറെ മസാലപ്പൊടീസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. എന്തായാലും ഓൺ വോയിസിൽ ചെയ്യാന്നോർത്ത വീഡിയോ എങ്ങനെയായിപ്പോയി. ഇനി നെക്സ്റ്റ് ടൈം ആവട്ടെ ഓൺ വോയിസിൽ വീഡിയോ ചെയ്യാം. ഇതിപ്പോൾ മേക്കിന് ഇത് കംപ്ലൈൻ്റ് ആയതുകൊണ്ടിട്ടാണ്. നമ്മൾ ചേർത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറി വരുന്നുണ്ട്. മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മുളക് പൊടി ഞാൻ 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും. അതുകൊണ്ട് ഇത് എൻ്റെ ഒരു അളവിനാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എരിവ് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ അത് വഴറ്റുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം മല്ലിപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും നന്നായിട്ട് പച്ചമണം മാറിയതിന് ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ മല്ലിപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 2 ടീസ്പൂണാണ്. മുളക് പൊടിയും 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ മല്ലിപ്പൊടിയുടെ ഒരു കുത്തൽ ചുവയുണ്ട്, അതൊന്നും മാറണം. അത് മാറുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റണം. എണ്ണ ഇനി ഈ ഒരു സ്റ്റേജിൽ ആവശ്യമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. മസാലയുടെ പച്ചമണമെല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കുന്നത്. ചെമ്മീൻ ചേർത്ത് കൊടുത്ത് അതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്. നമ്മളിനി വെള്ളം ഒഴിച്ച് വേവിക്കണമെന്നില്ല. കൊഞ്ചിൽ ആവശ്യത്തിലേറെ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ ആവിയിൽ അത് വെന്ത് കിട്ടും. ആ ഒരു ഉപ്പും മസാലകളും എല്ലാം ഈ ഒരു കൊഞ്ചിലേക്ക് നന്നായിട്ട് ചേർന്ന് അത് വഴണ്ട് വരണം. അത് മൂടി വെച്ച് തന്നെ വേവിക്കണം. ഞാനിവിടെ കുറച്ച് കൊഞ്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടികളെ ചേർത്തിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് മസാല എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്തു. ഉപ്പ് അത്യാവശ്യത്തിന് പിടിച്ചിട്ടുണ്ട്. ഇനി ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇതവിടെ നിന്ന് വേകട്ടെ. ഇനിയിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ആവശ്യത്തിന് വെള്ളമുണ്ട്. തീ കുറച്ച് വെക്കുക. സിമ്മിലിട്ടാൽ മതി, അടിയിൽ പിടിക്കരുത്. അപ്പം നമുക്കൊന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കാം. എന്തായാലും കൊഞ്ച് മസാലയെല്ലാം പിടിച്ച് നന്നായിട്ട് വെന്ത് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. നല്ല സ്മെല്ല്, വെന്തതിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചെമ്മീൻ എങ്ങനെ കുക്ക് ചെയ്താലും നമുക്ക് നല്ല രീതിയിൽ നല്ല ടേസ്റ്റാണ്. കാരണം ചുമ്മാ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേണമെങ്കിലും നമുക്ക് വേവിച്ച് കഴിക്കാം. കൊഞ്ച് അതുപോലെ ടേസ്റ്റാണ്. കൊഞ്ചിന് നാച്ചുറലി ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കണ്ടോ നന്നായിട്ട് ആവിയൊക്കെ പറക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂട് കൊഞ്ച് റോസ്റ്റ് വളരെ എളുപ്പത്തിൽ തന്നെ ഞാൻ തയ്യാറാക്കി എടുത്തതാണ്. നമുക്ക് ഒരുപാട് പരിപാടിയൊന്നുമില്ല. ചിലരില്ല തേങ്ങാക്കൊത്തൊക്കെ ചേർക്കും കേട്ടോ. ഇന്നിപ്പോൾ തേങ്ങാക്കൊത്തൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ടേസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ചോറെടുത്ത് അതിൽ ഞാൻ ഇന്ന് രാവിലത്തെ
കക്ക ഇറച്ചി ഫ്രൈ ഉണ്ടായിരുന്നു, അതും ഒരു സൈഡിലുണ്ട്. അതുപോലെ തന്നെ കൊഞ്ചും കൂടെ ഞാൻ വെച്ചിട്ട് ഞാൻ കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, കുഴപ്പമില്ല. ഞാൻ അധികം മസാലാസ് ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പം ആ ഒരു എരിവും അതിൻ്റേതായ ഒരു ഉപ്പും എല്ലാം പിടിച്ചിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഫ്രഷ് കറിവേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. ഉണ്ടായിരുന്നു, പക്ഷേ അത് വാടിപ്പോയി. എന്തായാലും ഇന്നത്തെ ഒരു അത്താഴം ഇങ്ങനെ ഒരു സിമ്പിൾ കൊഞ്ച് റോസ്റ്റുമായിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ജോലികളൊക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കണ്ട ലൈക്കും ഷെയറും ചെയ്യാൻ, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.